നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ നമ്മളെ റഷീദാക്കാൻ്റെ ഫാമിലാട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുള്ള ഒരു നഴ്സറിയാണിത്. നമുക്ക് എന്തായാലും വീഡിയോയിൽ എല്ലാ പ്ലാന്റുകളും പരിചയപ്പെടാം. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. മാത്രമല്ല നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ നമ്മൾ വീഡിയോ കാണുക. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെരിഗേറ്റഡ് മുസംബി ഇത് 250 രൂപ കൊടുക്കും. 250 രൂപ കൊടുക്കുന്ന വെരിഗേറ്റഡ് മുസംബിയുടെ ഇതൊരു വെറൈറ്റി ലെമൺ അല്ലേ റഷീദ് ഭായി? ഇത് ഏതാ ഫ്രൂട്ട് കയ്യിലുള്ളത്? ഇതാണ് സൺഡ്രോപ്പ്. ഒലാസപ്പോ എന്നുള്ളൊരു പഴമാണ് കാണുന്നത്. ഇത് ഏതാ പ്ലാന്റ്? റെയിൻ ഫോറസ്റ്റ് പ്ലം, മേമി സപ്പോട്ട, ഇന്തോനേഷ്യന്റെ ഒരു വെറൈറ്റി ആണ്. ഇത് ഇഷ്ടംപോലെ കായ്ക്കും. ഇത് വിയറ്റ്നാമിന്റെ 300 രൂപയുടെ പ്ലാന്റ് ആണ് കാണുന്നത്. 100 രൂപന്റെ മുതലുണ്ട് സ്റ്റാർട്ടിങ്. വിയറ്റ്നാം മാൾട്ട 250 രൂപ. 250 രൂപ. ഇതിൽ തന്നെ ഫ്ലവറിലൊക്കെ ഉണ്ടായിരുന്നു. ഇതേതാണ് വെരിഗേറ്റഡ് മുസംബി. പെട്ടെന്ന് കായ്ക്കും. എന്താ ഇതില് വരെ പൂവുണ്ട്, പൂവൊക്കെ ഒഴിഞ്ഞു പോയി. എന്താ പൂവൊക്കെ വന്നിട്ടുണ്ടോ? വെരിഗേറ്റഡ് മുസംബി ചെറിയ പ്ലാന്റ് ആണ്. ഇതിനെന്താ വില? ഇത് 250 രൂപ കൊടുക്കും. 250 രൂപ കൊടുക്കുന്ന വെരിഗേറ്റഡ് മുസംബിയുടെ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഒരു 1000 തൈ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ വലിയ തൈകളുണ്ടോ അവിടെ? വലിയ തൈകൾ കായ്ച്ചതുണ്ട്, പക്ഷെ ഇപ്പൊ ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് വെച്ചതാണ്. വലുതുണ്ട് അല്ലേ? ഇതൊരു വെറൈറ്റി ലെമൺ അല്ലേ? ഇതിന്റെ പേരെന്താ? ഇത് ലോട്ടസ് ലെമൺ. താമരന്റെ പോലെ പേര് വന്നിട്ടുണ്ട്. ആ താമരന്റെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഷേപ്പിൽ വന്നുകൊണ്ടാണ് അതിന്റെ പേര് വന്നത്. ലോട്ടസ് ലെമൺ. ഇത് ജ്യൂസ് അടിക്കാനല്ലേ മെയിനായിട്ട് ഉപയോഗിക്കല്? ഇത് നമ്മള് നാരങ്ങന്റെ എല്ലാ ഉപയോഗമുണ്ട്. നാരങ്ങന്റെ ഇങ്ങനെ പൊളിച്ചു തിന്നാനും പറ്റും, പൊളിച്ച് കഴിക്കാനും പറ്റും, ജ്യൂസ് അടിക്കാനും പറ്റും. ഏകദേശം ഒരു 32 വെറൈറ്റി ലെമൺ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഉണ്ട്. അതിൽ പെട്ട ഒരു വെറൈറ്റി ആണ് ഇപ്പൊ കാണുന്നത്. നല്ല ഭംഗിയുള്ള സാധനമാണിത്. റഷീദ് ഭായി, ഇത് ഏതാ ഫ്രൂട്ട് കയ്യിലുള്ളത്? ഇതാണ് സൺഡ്രോപ്പ്. ഇതിന്റെ സെയിം സാധനം അരസാബോയി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റീസ് ഉണ്ട്. ഇത് നല്ല ജ്യൂസിനാണ് ഏറ്റവും നല്ല ഫ്ലേവർ ആണ്, അടിപൊളി ടേസ്റ്റ് ആണ്. ജ്യൂസ് ഏത് ഫ്രൂട്ട്സിലും ആഡ് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാം. ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവമാണ്. ജ്യൂസ് അടിക്കാൻ മെയിനായിട്ട് ഉപയോഗിക്കാം, അതിനെ പറ്റുള്ളൂ. ഏത് ഫ്രൂട്ടിലിട്ട് ആഡ് ചെയ്താലും അതിനൊരു ഫ്ലേവർ ഉണ്ട്. ഇതും പാലിൽ അടിച്ചിട്ട് നല്ല ഫ്ലേവറോട് കൂടി അടിപൊളി ജ്യൂസ് കിട്ടും. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് കിട്ടും. നിറയെ കായ്ക്കുന്നുണ്ട്. ഈ നിറയെ കാഴ്ച നിൽക്കുന്നൊക്കെ ഇതാണ് ഐറ്റം. ഇതൊക്കെ കായ പകുത്തതിനാണല്ലേ? അതെ. അടിപൊളി സാധനമല്ലേ, ജ്യൂസ് അടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഇത്. ഇത് എപ്പോഴും കായ്ക്കുന്ന ഒരു ഐറ്റം ആണോ? ഇത് ഏത് സമയത്തും ഉണ്ടാവില്ല. ഇതിപ്പോ ഏകദേശം തീർന്നു. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിൽ തന്നെ പൂവായിട്ട് വരും ചെയ്യും. ഒലാസപ്പോ എന്നുള്ളൊരു പഴമാണ് കാണുന്നത്. അതിന്റെ പ്ലാന്റ് ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സാധനമാണിത്. ഇത് ഏത് സമയത്ത് കായ്ക്കുന്ന ഒരു ഐറ്റം ആണത്? ഇത് ശരിക്കും വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്നു. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കാണ്. ശരിക്കും ശർക്കരന്റെ സെയിം മധുരമാണ്. ശർക്കരപ്പഴം ഇപ്പൊ ഇവിടെ പേരിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. ഇതിപ്പോ കഴിക്കാനാവില്ല. ബോട്ടിൽ ചെയ്താണ്, അതായത് ലെയർ അടിച്ച് ചെയ്താണ്. എന്റെ മരം ഉണ്ട്, ലെയർ തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലെയർ അടിച്ച് ചെയ്താൽ എന്തായാലും 2ാമത്തെ വർഷം മുതൽ കായ് വരും. ഇത് കഴിക്കാനാവുന്ന സമയമായിട്ടില്ലല്ലോ. ഇത് എത്രയാവും? അത് വലിയ പഴവും ടൈപ്പ് ഉണ്ട്, പക്ഷെ ഇതാണ് കുറച്ചും വലിയ പഴമാണ് ടൈപ്പാണ് ഇത്. ഇതാണല്ലേ? ശരി, ഓക്കെ. ഇത് വേറെ ടൈപ്പും കൂടി ഉണ്ടെന്നാ പറയണത്. ഇതിപ്പോ അതിന്റെ വേറെ വെറൈറ്റി ആണ് ഇപ്പൊ കാണുന്നത്. ഇത് ഏതാ പ്ലാന്റ്? റെയിൻ ഫോറസ്റ്റ് പ്ലം. അതിന്റെ ഇതുണ്ടോ? ഇത്രയും ചെറിയൊരു മരം തന്നെ കായ്ച്ചു. ഫ്ലവർ ഇത് കായ്ച്ചല്ലേ? അല്ലത് ഫ്ലവർ ആണ്. ഇത് കായ്ച്ച മരമാണ്. ഉണ്ടാവും, കായ്ക്കും. ഇത് മൊത്തത്തിൽ കായ്ക്കും. ഇതിപ്പോ എത്രാമത്തെ തൊട്ടപ്പോ കായ്ക്കുന്നത് ഈ സാധനം? ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് പൂട്ടുന്നത്. 2ാമത്തെ പ്രാവശ്യം. ഓൾ സീസൺ വെറൈറ്റി ആണ്. പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ കായ്ക്കും. ഇത് ചെടികളൊക്കെ നനച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കായ്ച്ചിരിക്കും. അതായത് ചെടി മൊത്തത്തിൽ നനക്കുകയാണെങ്കിൽ എല്ലാവരും കായ്ച്ചിരിക്കും. കൊടുക്കാനുള്ള പ്ലാന്റ് തന്നെയാണ്, നോക്കിട്ട് കൊടുക്കാം. വലിയ പ്ലാന്റുകളാണ് കായ്ച്ച. അതിന്റെ റേറ്റ് പറയാൻ പറ്റുമോ? ഇത് റേറ്റ് കുറച്ച് വരുന്നുണ്ട്. ഒരു 6000-7000 ഒക്കെ വരുന്ന തൈയാണ്. എന്തായാലും വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വരുമ്പോഴല്ലേ ഇതേപോലത്തെ കാഴ്ച ഇവിടെ വീണ്ടും ഇനി ഇഷ്ടം പോലെ ഉണ്ട്, സാധനങ്ങളുണ്ട്. വലിയ വലിയ പ്ലാന്റുകൾ. അതൊക്കെ അതിന്റെ പ്ലാന്റ്സ് തന്നെയാണ്. ഇതൊരു വെറൈറ്റി നല്ലൊരു ഭംഗിയുള്ളൊരു മരമുള്ള കാണുന്നത്. ഇതാണ് മേമി സപ്പോട്ട. ഇന്തോനേഷ്യന്റെ ഒരു വെറൈറ്റി ആണ്. ഇത് ഇഷ്ടംപോലെ കായ്ക്കും. ഇത് കായ്ച്ചു തുടങ്ങി കഴിഞ്ഞ ഒരു വർഷമാണ് ഇതിന്റെ കായ് പൈ വരാൻ. പക്ഷെ അതിന്റെ ബാക്കിൽ കണ്ടിന്യൂ ആയിട്ട് കായ്ച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഫസ്റ്റില് പഴം കിട്ടി കഴിഞ്ഞാൽ ബാക്കിൽ പഴമായിട്ട് വരും. ഇത് അതിന്റെ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത്. ഇതിലിങ്ങനെ വരുന്നുണ്ട്. ഇവിടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ.
തടിയിലാണ് പഴം ഉണ്ടാവുക. പഴം ഉണ്ടാവില്ല, അടിയിലാണ്. ഇത് മരത്തുമ്മല ഉണ്ടാവില്ലേ, ഇതിമലൊക്കെ ഉണ്ടാവും അല്ലേ? ഇതിമലാണ് ഇതിന്റെ കായ വരുന്നത്. ഫ്ലവർ വന്നിട്ടുണ്ട്, ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ടോ? അതൊക്കെ ഫ്ലവർ വരാണ്. ഒരു വെറൈറ്റി ആണല്ലോ, അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനെ ഒരൊറ്റ സപ്പോർട്ട് തന്നെ ഏകദേശം 2 കിലോന്റെ മുകളിൽ ഉണ്ടാവും, തൂക്കം വരും ഒരു സപ്പോർട്ട് തന്നെ. അയ്യോ, വെറൈറ്റി ഒരു ഐറ്റം ആണത്. ഇത് തടിമ തന്നെ കാണുന്നതിന്റെ കായ വരുന്നത്. തായ്ലാൻഡ് കാറ്റിമൂൺ മാംഗോന്റെ ഒരു പ്ലാന്റ് ആണ് കാണുന്നത്. 1200 റുപ്യന്റെ റേറ്റ്. അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്, കായോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണിത്. 450 റുപ്യന്റെ വിയറ്റ്നാമിന്റെ തയ്യാണ് കാണുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ. ചക്കള ഉണ്ടായിരുന്നു, സ്റ്റോക്ക് തീർന്നു അല്ലേ? ഇത് വിയറ്റ്നാമിന്റെ 300 രൂപയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. 100 രൂപന്റെ മുതലുണ്ട് സ്റ്റാർട്ടിങ്. 100 രൂപന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് 300 രൂപന്റെ ആണ്. 500 രൂപന്റെ ഇതൊക്കെ. ഈ കാണുന്നത് 500 റുപ്യന്റെ ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതൊക്കെ 500 രൂപന്റെ ആണ്. ഇത് ഏതാണിത്? വിയറ്റ്നാം മാൾട്ട. 250 രൂപ. 250 റുപ്യ. ഇതിൽ തന്നെ ഫ്ലവറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പഴും ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇവിടെ കാണാനുണ്ട്, കാണിക്കാം. ഇത് അതിന്റെ ഫ്ലവർ ഉള്ള വിയറ്റ്നാം മാൾട്ടന്റെ ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. NR സ്വീറ്റ് ലൂബിന്റെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ കാണുന്ന സ്വീറ്റ് ലൂബിന്റെ ഒരു വെറൈറ്റി ഒരു മരം തന്നെ പറയാം, വലിയൊരു പ്ലാന്റ് ആണിത്. ഇതാ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ ചെറിയ ചെറിയ പഴങ്ങളാണ് ഇതിലുള്ളത്. ഇതിന്റെ വലിയ പഴം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇത് നാഷണൽ റോസ് ഗാർഡൻ ഇറക്കിയ ഒരു സ്വീറ്റ് ലൂബിയാണ്. ഇതിന്റെ സ്വീറ്റ് ഉണ്ട്, പക്ഷെ ചെറിയ കുഞ്ഞു പഴങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സീസൺ ആയിട്ട് ഒറ്റ സീസണിൽ ഇത് കായ്ച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ അടുത്ത് ഒരു വേറെ ലൂബി ഉണ്ട്, സ്വീറ്റ് ലൂബി ഉണ്ട്. പക്ഷെ അത് ഫുൾ ടൈം ആണ്, ഓൾ സീസൺ ആയിട്ട് കായ്ക്കും. അതിന് വേണമെങ്കിൽ അതിന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു. ആയിക്കോട്ടെ, ഇവിടെ ഉണ്ട് നമ്മളടുത്തത്. ഇവിടെ ഉണ്ട്. ഇതൊരു അക്കൈബറി എന്ന് പറഞ്ഞുള്ള ഒരു പഴത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ്. ജ്യൂസ് അടിക്കാൻ പറ്റിയ ഒരു ഐറ്റാണിത്. ഒരു കായ നല്ല ചെറുതായിട്ട് ഉള്ളൂ, ചെറിയ ചെറിയ കായകളായിട്ട് അപ്പം ഇതിമ കാണുന്നത്. ഒരു വെറൈറ്റി ഐറ്റാണിത്. കാണുമ്പോൾ ഒരു കഴുങ്ങിൻ്റെ രൂപത്തിലാണിത്, നീളത്തിൽ പോയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. മേലെ എത്തുമ്പോൾ ഒരു എന്താ പറയുക, പനൻ്റെ ഒക്കെ ലുക്കിൽ. പക്ഷെ ചെറിയ കായകളാണ് ഇതിൽ കാണുന്നത്. ഈ കാണുന്നതൊക്കെ 550 റുപ്യ കൊടുക്കുന്ന ചാമ്പയുടെ തൈകളാട്ടോ. ഒരുപാട് ഇതിന്റെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല കായ്ക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ. ഈ 550 രൂപന്റെ മാത്രമല്ല, അതിൽ കുറഞ്ഞ വിലേന്റെ ഉണ്ട്, ഇതിൽ കൂടിയ വിലേന്റെ പ്ലാന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് 3 പ്ലാന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരൊറ്റ പ്ലാന്റ് ആണിത്. 3 ലെമണാണത്. അതുപോലെ തന്നെ വേണ്ടില്ല വേറെ വെറൈറ്റി, ഇതൊരു ലെമണാട്ടോ. ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ലെമണുമായി തന്നെ കഴിക്കാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് വെള്ളം ജ്യൂസ് ആക്കിയിട്ട് ഉപയോഗിക്കാനും പറ്റും. കൂടാതെ തന്നെ 10-28 വെറൈറ്റി ലെമണുകളുടെ പ്ലാന്റുകൾ ഇവിടെ ലഭ്യമാണ്. ഇത് കാണുന്നുണ്ടല്ലേ, ഒരുപാട് ചാമ്പകൾ നിറയെ കാഴ്ചയ്ക്കുന്ന ചാമ്പകളുടെ പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരുപാട് ചാമ്പകൾ ഇവിടെ ലഭ്യമാണ്. ഒരുപാട് ചെറുതും വലുതായിട്ടുള്ളൊക്കെ ചാമ്പകൾ ഇവിടെ ലഭ്യമാണ്. ഈ കാണുന്നത് പ്രിയൂർ മാവിൻ്റെ തൈകളാണ്. 200 രൂപയാണ് ഇതിൻ്റെ വില. അതുകൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റി മാവ് തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. 200 രൂപയാണ് ഈ തൈകൾക്കൊക്കെ വില വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പൂവിട്ട തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു വിധം നല്ല പ്ലാന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നഴ്സറിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കണ്ടില്ലേ, ഒരു പേരയാണത്, ഒരു ജപ്പാൻ പേരാണ് ഇതിൻ്റെ പേര്. ഒരു വെറൈറ്റി ആണല്ലേ, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പ്ലാന്റ് ആണ്. കായത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് വെരിഗേറ്റഡ് മാംഗോസ്റ്റിൻ ആട്ടോ. കണ്ടോ, അതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, നല്ലൊരു വൃത്തിയുള്ള കളറായിട്ട്. ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു നഴ്സറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് നമ്മളെ പുതിയ പ്ലാന്റുകളും പുതിയ ഓഫറുമായിട്ട് അതിൻ്റെ വിലകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.